ഹായ്, സഹദേവ് മാഷാണേ. നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ ജിയോമെട്രിക്കൽ ചാർട്ടിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറഞ്ഞത്. അത് കൂടുതലായി പറയാൻ കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ഇനമാണ് ജിയോമെട്രിക്കൽ ചാർട്ട് എന്നുള്ളത് കൊണ്ട് ഒരുപാട് പേര് അതിൻ്റെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും ലെങ്തായ ഒരു വീഡിയോ വന്നത്. ഓക്കെ, ഇനി നമുക്ക് LP തലത്തിൽ ഒരു 3 ഐറ്റം, നമ്പർ ചാർട്ട്, സ്റ്റിൽ മോഡൽ, പസിൽ, ഈ 3 ഐറ്റങ്ങളും കൂടെ ഉണ്ട്. UPയിലാവുമ്പോൾ അത് ഗെയിംസ്, ആ ഇനങ്ങളും കൂടി 4 എണ്ണം വേറെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് LPയിലുള്ള കുട്ടി LPയിലുള്ള പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു നമ്പർ ചാർട്ട് ഉണ്ടായി വരുന്നത്? നമ്പർ ചാർട്ടിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെയും LP തലത്തിലോ അല്ലെങ്കിൽ UP തലത്തിലോ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ, ഇനി ഹൈസ്കൂൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അവർക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ നിന്നായിരിക്കണം അതിൻ്റെ തുടക്കമേ പറയുന്നുള്ളൂ. അതായത് ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള ഇന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊരു അന്വേഷണം നടത്തിയത് എന്ന് പറയാൻ പറ്റണമെങ്കിൽ അതിൻ്റെ തുടക്കം കുട്ടിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് അത് വളർന്ന് വികസിക്കുന്നത്. അതിൽ നിന്നും കൂടുതലായിട്ട് ഞാൻ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ഇനി ഇതിൽ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം നടത്തി കണ്ടെത്തിയ കാര്യങ്ങൾ, കുട്ടിയുടെ കണ്ടെത്തലുകളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെയും 3 ചാർട്ട് ഉപയോഗിക്കാം. ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ് നല്ല കട്ടിയുള്ള കാർഡ് ഷീറ്റ് തന്നെയാണ് ഇതിനും നല്ലത്. വെള്ള മാത്രമേ ഉപയോഗിക്കാവൂ. ചില കുട്ടികൾ കളർ ചാർട്ടൊക്കെ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ നമ്പർ ചാർട്ടാണെങ്കിലും ഇനി ജിയോമെട്രിക്കൽ ചാർട്ടാണെങ്കിലും ഏത് ഐറ്റത്തിനും നമ്മൾ കൊടുക്കുമ്പോൾ അത് വെള്ള പ്യുവർ വൈറ്റ് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. യെസ്. അവിടെയും നമ്പറുണ്ട്. പരമാവധി നിങ്ങൾക്ക് 3 ചാർട്ടുകൾ ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ 2 ചാർട്ടുകളിൽ നമ്മൾ ഇത് കണ്ടെത്തി വന്ന രീതി എഴുതുകയും 3ാമത്തെ ചാർട്ടിൽ കണ്ടെത്തിയ കാര്യങ്ങൾ വാക്യത്തിൽ, സെൻറ്റൻസിൽ എഴുതിയിട്ട് അവതരിപ്പിക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെയാണ് ചെയ്ത് കാണാറ്. അതാണ് സൗകര്യം. ഞാൻ ഈ കാര്യങ്ങൾ, എൻ്റെ കണ്ടെത്തലുകൾ എങ്ങനെയാണ് നടത്തിയതെന്ന് ആദ്യത്തെ 1ഉം 2ഉം ചാർട്ടുകൾ കാണിച്ചുകൊണ്ട് കുട്ടിക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. പിന്നെ കാർഡ് ഷീറ്റ് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞ് ഇത് എഴുതേണ്ടത് സാധാരണഗതി ചില കുട്ടികൾ സ്കെച്ച് പെന്നുകൊണ്ട് എഴുതി കാണാറുണ്ട്. സ്കെച്ച് പെന്നുകൊണ്ട് എഴുതാൻ പാടില്ല, സാധാരണ പേന കൊണ്ട് എഴുതാൻ പാടില്ല, പെൻസിൽ കൊണ്ടൊന്നും എഴുതാൻ പാടില്ല. പിന്നെ എന്തുകൊണ്ടാണ് എഴുതാൻ പാടുള്ളത്? യെസ്, ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ചിസിൽ ടിപ്പ് മാർക്കർ, ആ തടിച്ച ചിസിൽ ടിപ്പ് മാർക്കർ, അതിൻ്റെ ഒരറ്റം ചെത്തായിരിക്കും. ഇതുകൊണ്ടാണ് എഴുതേണ്ടത്. കുട്ടികളായാലും ഇതുകൊണ്ടാണ് എഴുതി ശീലിക്കേണ്ടത്. നേരത്തെ എഴുതി ശീലിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് അതിൻ്റെ ശരിയായ രൂപത്തിൽ എഴുതാൻ കഴിയില്ല. അത് ഒരു 45 ഡിഗ്രി ചെരിവിൽ പിടിച്ചെഴുതുമ്പോഴാണ് ശരിയായ എഴുത്ത് വരിക. ഇല്ലെങ്കിൽ സ്കെച്ച് പെന്നിൻ്റെ വണ്ണം കുറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അത് പാടില്ല. അപ്പോൾ അതിന് നേരത്തെ പരിശീലനം കിട്ടണം. അതുപോലെ നമ്പർ ചാർട്ടാണ്. അതായത് 0 മുതൽ 9 വരെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 0, ഈ അക്കങ്ങളാണ് നമുക്കുള്ളത്. ഈ അക്കങ്ങളൊക്കെ കൃത്യമായ സ്ട്രോക്ക് നമ്മൾ നിർദ്ദേശിക്കപ്പെട്ട ഒരു ഡെക്കറേഷനും പാടില്ല. അതിൻ്റെ ആവശ്യമില്ല. ഈ 1 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരൊറ്റ ലൈൻ, അതിൻ്റെ മേലെ ഇങ്ങനെ കൊളുത്തോ താഴെ ഒരു തറയോ ഒന്നും ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെയാണ് ഡെക്കറേഷൻ വരുന്നത്. അവിടെ സമയം പോകുന്നുള്ളതാണ്. കൂടുതൽ സമയം അതിന് വേണം. പിന്നെ അതിനെക്കൊണ്ട് ഒരാവശ്യമില്ല. 1 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലൈനാണ്, ഒരു വര. അതുപോലെ ചില കുട്ടികൾ 7 എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒരു തട്ട്, അതൊന്നും വേണ്ട. 7 എന്ന് അങ്ങ് എഴുതി വെച്ചാൽ മതി.
അതുപോലെ ഈ പ്രിൻ്റ് ചെയ്യുന്നതും നമ്മൾ എഴുതുന്നതും രണ്ടും രണ്ടാണ്. ഉദാഹരണത്തിന് നമ്പർ 4 പ്രിൻ്റ് ചെയ്യുന്ന ഇതാണ്, ഇങ്ങനെ ഇതാണ്. പക്ഷേ നമ്മൾ എഴുതുന്നത് ഈ രൂപത്തിലാണ്, അതായത് മേലെ അത് തമ്മിൽ ടച്ച് ചെയ്യില്ല. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ സ്ട്രോക്ക്. അതുപോലെ 9 ഇങ്ങനെ ഉരുട്ടി എഴുതുന്ന അത് പ്രിൻ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എഴുത്തെങ്ങനെയാണ് ഈ രൂപത്തിൽ വന്ന് ഇങ്ങനെ താഴ്ത്തലാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തരും. എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ഒരു ഡെക്കറേഷനും നമ്മൾ ആ നമ്പറിൽ വേണ്ട എന്നുള്ളതിന്. മറ്റൊന്ന്, അത് ഡിസ്പ്ലേ ചെയ്യുന്നത് ഒരു പ്രത്യേക രൂപത്തിലായിരിക്കണം. സാധാരണഗതിയിൽ അങ്ങനെ നമ്പർ ചാർട്ട് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 3 സെൻറ്റിമീറ്റർ ഈ നീളവും വീതിയുള്ള കളങ്ങളായിട്ട് പെൻസിൽ കൊണ്ട് അതൊരു ഗ്രാഫ് വരയ്ക്കുക. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നീളത്തിലും വീതിയിലും 3 സെൻറ്റിമീറ്റർ ഇടവിട്ട് പോയിൻ്റ് ഇട്ടുകൊണ്ട് പാരലൽ ലൈന് താഴേക്കും, അതായത് വരിയായിട്ടും റോ ആയിട്ടും നമ്മൾ വരയ്ക്കുക. അപ്പോൾ ചാർട്ട് മുഴുവൻ 3 സെൻറ്റിമീറ്റർ സ്ക്വയറായി മാറിക്കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് എഴുതേണ്ട കാര്യങ്ങൾ, നമ്പറാണല്ലോ എഴുതുന്നത്, ഓരോ സ്ക്വയറിലും ഓരോ നമ്പർ. ഇപ്പോൾ 567 എന്ന് എഴുതണമെങ്കിൽ ഒരു സ്ക്വയറിൽ 5, രണ്ടാമത്തേൽ 6, മറ്റേൽ 7. ഇനി ഗുണിക്കണം എന്നാണെങ്കിൽ അത് മറ്റൊന്നിൽ. അപ്പോൾ 35, 3, 5, 2 സ്ക്വയറിൽ. പിന്നെ സമം എന്നുള്ള മറ്റൊരു സ്ക്വയറിൽ. അതിൻ്റെ ആൻസർ വരുന്ന ആ നമ്പർ ഓരോരോ കളങ്ങളിൽ ഈ രൂപത്തിൽ സെറ്റ് ചെയ്താൽ നല്ല കാഴ്ചയുണ്ടാകും. മറ്റൊന്ന്, ചാർട്ടിൽ എഴുതുമ്പോൾ അതിനൊരു നിശ്ചിത വലുപ്പമുണ്ട്. അതാണ് ഞാൻ 3 സെൻറ്റിമീറ്റർ കളമെന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് അത്രയും വലുപ്പത്തിൽ എഴുതി കഴിഞ്ഞാൽ ചാർട്ട് ചുമരിൽ വെച്ചാൽ അങ്ങേ അറ്റത്ത് റൂമിൻ്റെ ക്ലാസ് റൂം മുറിയുടെ അങ്ങേ അറ്റത്തിരിക്കുന്ന കുട്ടിക്കും വായിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഒരു ചാർട്ടിൽ എങ്ങനെ എഴുതണം, നമ്പർ ചാർട്ടാണെങ്കിൽ അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2 ചാർട്ടിൽ നമ്മൾ ഈ നമ്പർ കൊണ്ടുള്ള കളിയായിരിക്കും കളിക്കുന്നത്. മൂന്നാമതൊരു ചാർട്ടിലായിരിക്കും ഇതിൻ്റെ കണ്ടെത്തൽ അവതരിപ്പിക്കുന്നത്. കണ്ടെത്തൽ ചിലപ്പോൾ വാക്യത്തിൽ, സെൻറ്റൻസിലായിരിക്കുമല്ലോ. അപ്പോൾ ആ സെൻറ്റൻസിലുള്ള കാര്യം എഴുതുമ്പോൾ നമുക്ക് സ്ക്വയർ വേണ്ടാലോ, അതിന് ലൈനല്ലേ വേണ്ടു. ആ ലൈനിലൂടെ നമുക്കങ്ങ് എഴുതാൻ പറ്റും. പിന്നെ ഉപയോഗിക്കുന്ന മഷി, ആ നിറം, അത് പ്രധാനപ്പെട്ടതാണ്. ഈ ചിസിൽ ടിപ്പ് മാർക്കറാണെങ്കിൽ അത് 10 വ്യത്യസ്ത കളറുകളാണ് അതിലുണ്ടാവുക. അതിലെനിക്ക് തോന്നുന്നു ഒരു 5 കളറേ ഡാർക്കുള്ളൂ, 5 എണ്ണം ലൈറ്റാണ്. അപ്പോൾ യെല്ലോ, ഓറഞ്ച്, ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് ബ്ലൂ, അതുപോലെയുള്ള ചില കളറുകളുണ്ട്. അത് വളരെ ലൈറ്റാണ്, അതുകൊണ്ട് എഴുതാൻ പാടില്ല. പിന്നെ എഴുതാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? എഴുതാൻ പറ്റുന്നത് ഒന്ന് ബ്ലാക്ക്, മറ്റൊന്ന് ഡാർക്ക് ഗ്രീൻ, ഡാർക്ക് ബ്ലൂ, വയലറ്റ്, അതുപോലെ ബ്രൗണ്. ഇതൊക്കെ ഡാർക്ക് കളറുകളാണ്. വേണമെങ്കിൽ റെഡ് ഉപയോഗിക്കുക, റെഡും അതേമാതിരി പിങ്ക് കളറും. അതിൻ്റെ അപ്പുറത്തേക്ക് താഴേക്ക് പോകരുത്, കാരണം പിന്നെ വളരെ ഡാർക്ക് ലൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഓറഞ്ച്, യെല്ലോ ഇതുകൊണ്ടൊന്നും ഒരിക്കലും എഴുതാൻ പാടില്ല. അതുപോലെ ലൈറ്റ് ബ്ലൂ, ലൈറ്റ് ഗ്രീനൊക്കെ എഴുതുമ്പോൾ നിറം കുറവായിരിക്കും, നമുക്കത് ദൂരെ നിന്ന് വായിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. ചിലപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, പക്ഷേ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമ്മൾ ചാർട്ടിൽ എഴുതുന്ന എങ്ങനെയായിരിക്കണം, ഏതൊക്കെ ഇങ്ക് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിന് 3 ചാർട്ടാണ് ഉപയോഗിക്കേണ്ടത്. 4മതൊരു ചാർട്ട് നിങ്ങൾ ഉപയോഗിക്കരുത്. ഇനി ഒരു ചാർട്ട് കൊണ്ട് തന്നെ നമ്പർ ചാർട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. അത് പലപ്പോഴും സബ് ജില്ലയിലും ജില്ലയിലും സ്റ്റേറ്റ് തലത്തിലൊക്കെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റ ചാർട്ട്, ഒന്ന് മാത്രം വേണ്ട. നമുക്ക് 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 എണ്ണവും നമുക്ക് 2 എണ്ണത്തിൽ എഴുതുകയും 3-മതൊന്നിൽ വിശദീകരിക്കുകയും ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടി ഒരിക്കലും ഇത് നോക്കി പറയാൻ പാടില്ല. ഏത് വിശദീകരിക്കാൻ വേണ്ടി നമ്മൾ എഴുതി എൻ്റെ കണ്ടെത്തൽ എന്നും പറയുന്ന കാര്യം അവിടെ നോക്കി വായിക്കാൻ പാടില്ല, നോക്കി പറയാൻ പാടില്ല. അത് കുട്ടിക്ക് ബൈഹാർട്ടാണ്. കുട്ടിയുടേതായ നാടൻ ഭാഷയിൽ ജഡ്ജസിനോട് വിശദീകരിച്ചാൽ. പിന്നെ ഈ എഴുതി വെക്കുന്ന ആർക്കാ? അവിടെയാണ് കുട്ടി ഈ ചാർട്ടിൽ എഴുതുന്നൊക്കെ ആർക്ക് വേണ്ടിയാ? ശരിക്കും അത് വരുന്ന ജഡ്ജസിന് കാണാനാണ്. അവർക്ക് കാണുന്ന രൂപത്തിലാണ് ചാർട്ട് വെക്കേണ്ടത്. ജഡ്ജസിൻ്റെ നേരെ ഓപ്പോസിറ്റാണല്ലോ കുട്ടി ഉണ്ടാവുക. അപ്പോൾ ജഡ്ജസിന് വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ നേരെ തലതിരിച്ചാണ് വെക്കേണ്ടത്. ആ കാര്യം മറന്നു പോയത്.
എന്താ കാരണം? കുട്ടിക്കത് ബൈഹാർട്ടാണ്, കുട്ടി പഠിച്ചതാണ്, കുട്ടി പഠിച്ചിട്ട് കണ്ടെത്തിയിട്ട് എഴുതിയതാണ്. കുട്ടിക്കത് നോക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് പറയാം. പിന്നെ ആർക്കാണ് ഈ പറയുന്ന കാര്യങ്ങൾ, കുട്ടി എഴുതിയ കാര്യങ്ങളും ശരിയാണോ എന്ന് ജഡ്ജസിന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജഡ്ജസിൻ്റെ നേരെ വെച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്ര ചാർട്ട് ഉപയോഗിക്കണം, ഏത് തരം ചാർട്ട് ഉപയോഗിക്കണം, എങ്ങനെയാണ് നമ്പറൊക്കെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിന് നമ്മൾ ഒരു സാധാരണഗതിയിൽ മത്സരങ്ങൾക്ക് കാണുന്നതാണ്. ഉദാഹരണത്തിന് പാസ്കൽ ട്രയാങ്കിൾ. അത് ഒരു ചാർട്ടിൽ ഒരു ട്രയാങ്കിൾ വരച്ച് കുറേ സംഖ്യകൾ എഴുതി കഴിഞ്ഞാൽ പാസ്കൽ ട്രയാങ്കിളായി. ചില കുട്ടികൾ വിചാരിക്കുന്ന ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പണി കഴിഞ്ഞെന്ന്. ഒരൊറ്റ ചാർട്ടേ അവിടെ വേണ്ടൂ. വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തോ മൂന്നാമത്തോ ഒക്കെ ചാർട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിലൊക്കെ പ്രത്യേകത, അതിൻ്റെ കണ്ടെത്തലുകളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടി നോക്കി വായിക്കരുത്, നോക്കി പറയരുത്, സ്വന്തമായിട്ടാണ് പറയുന്നത്. ഒരു പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് ആ ഒരു നമ്പർ ചാർട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് LP ആണെങ്കിലും UP ആണെങ്കിലും ഹൈസ്കൂൾ ആണെങ്കിലും ഒക്കെ ഒരുപാട് കണ്ടെത്തലുകളുണ്ടാവും. അപ്പോൾ LPക്കാർ LP നിലവാരത്തിലുള്ള കാര്യം മാത്രമേ അതിൻ്റെ അകത്ത് പറയുള്ളൂ. UPക്കാരാണെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് പഠിക്കാനുള്ള ചില ആശയങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ടാവും. ഹൈസ്കൂളാണെങ്കിൽ കുറേ കൂടി പുതിയ പുതിയ കാര്യങ്ങൾ, അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും അതിലുണ്ടാവും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈസ്കൂൾ പറയേണ്ട കാര്യങ്ങൾ LPക്കാരൻ പറയേണ്ട. സാധനം മൂന്നും ഒന്ന് തന്നെയായിരിക്കും. ഞാനിത് ഈ പാസ്കൽ ട്രയാങ്കിൾ LPയിലും UPയിലും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിലും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പാസ്കൽ ട്രയാങ്കിൾ ഹൈസ്കൂൾ ചെയ്യുന്ന ഏട്ടൻ്റെ അത് ചെയ്യുന്ന കണ്ടിട്ട് LPയിലുള്ള കുട്ടി ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ കുട്ടിയുടെ ഹൈസ്കൂളുകാരൻ ഏട്ടൻ പറയുന്ന കാര്യങ്ങളല്ല LPക്കാരൻ പറയേണ്ടത്. അവിടെയാണ് വ്യത്യാസം. LP ക്ലാസ്സിൽ എന്തൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് അത് മാത്രമേ LPക്കാരൻ പറയുള്ളൂ. UPക്കാരനും അങ്ങനെ തന്നെ. ഹൈസ്കൂളുകാരൻ പറയേണ്ടത് LPക്കാരൻ പറയേണ്ട കാര്യങ്ങളൊന്നും ഹൈസ്കൂളുകാരൻ പറയണ്ട. അത് നേരത്തെ അതിലുണ്ട് എന്നറിയാം. അപ്പോൾ ഹൈസ്കൂൾ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അവൻ കണ്ടെത്തിയ കാര്യങ്ങളാണ് അതിൽ പറയേണ്ടത്. അപ്പോൾ ആര് എന്ത് പറയണമെന്നുള്ള ഒരേ സാധനം വെച്ചല്ലേ, നമുക്ക് ഒരേ സാധനമാണ് പാസ്കൽ ട്രയാങ്കിൾ. അതിൻ്റെ അകത്തുള്ള നമ്പറിനൊന്നും മാറ്റമില്ല, എല്ലാം ഒരു വിലയായിരിക്കും. പക്ഷേ ഇത് വെച്ച് LPയിലെ കുട്ടി അവതരിപ്പിക്കുന്ന പോലെയല്ല UPക്കാരനോ ഹൈസ്കൂളുകാരനോ അവതരിപ്പിക്കേണ്ടത്. ഹൈസ്കൂളുകാർ അവതരിപ്പിക്കും പോലെ LPക്കാരനോ UPക്കാരനോ അവതരിപ്പിക്കേണ്ടതില്ല. എന്ന് വെച്ചാൽ തങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോരുത്തരുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ LP എന്ന് പറയുമ്പോൾ 1 മുതൽ 4 വരെ വരുന്നത്, UP എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ അതിൽ എവിടെയും വരാം. ഇനി ഹൈസ്കൂളാണെങ്കിൽ 8, 9, 10. അപ്പോൾ ഈ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് നമ്പർ ചാർട്ടിനുള്ള പ്രത്യേകത, അവിടുന്ന് തുടങ്ങി നിങ്ങൾക്ക് വികസിപ്പിക്കാം. അവിടെയാണ് നിങ്ങളെ തുടക്കം എപ്പോഴും അവിടെ ആയിരിക്കണം. പിന്നെ ക്രമത്തിൽ കുറച്ച് മേലോട്ടൊന്ന് പോയാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അധികം മേലോട്ട് പോയിട്ട് അത് കുട്ടിയുടെ നിലവാരത്തിൽ നിന്ന് വളരെ കൂടിപ്പോയി എന്ന് ജഡ്ജസിനെ കൊണ്ട് പറയിപ്പിക്കണ്ട. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ LPക്കാരനെന്തിനാ ഹൈസ്കൂൾ കാര്യമെല്ലാം പറയുന്നതെന്നുള്ള ചോദ്യം ഉണ്ടാവും. തീർച്ചയായിട്ടും അതൊന്നും വേണ്ട. പക്ഷേ ഞാനിത് അന്വേഷിച്ച് പോകുമ്പോൾ ഇങ്ങനെ ചില കണ്ടെത്തലുകളും കൂടെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമ്പർ ചാർട്ട്, എത്ര ചാർട്ട് ഉപയോഗിക്കണം, എങ്ങനെ എഴുതണം, ഏത് മഷി ഉപയോഗിച്ച് എഴുതണം, ഈ 3 ചാർട്ടും എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം. ഇവിടെ ഒരു പേര് വേണം. പേര് നമ്പർ ചാർട്ടിനായാലും ജിയോമെട്രിക്കൽ ചാർട്ടിനായാലും ഒരു പേര് നിർബന്ധമാണ്. ആ പേര് നിങ്ങൾ തന്നെ കണ്ടെത്തി എഴുതുകയും വേണം. കാരണം പേര് രജിസ്ട്രേഷൻ സമയത്തും അല്ലാത്ത സമയത്തും ജഡ്ജസിൻ്റെ കയ്യിൽ ഉള്ള ആ ഷീറ്റിലൊക്കെ ആ പേരാണ് ഉണ്ടാകുക. ഓക്കെ, അതുപോലെ ഈ ഇതിൻ്റെ സബ് ജില്ലാ സംഘാടക സമിതിൻ്റെ അവിടെയും നമ്പറും പേരുമാണ് ഉണ്ടാവുക. ആ പേര് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ചാർട്ടും പറഞ്ഞു കഴിഞ്ഞ് ജഡ്ജസ് വന്നാൽ കുട്ടി ചാർട്ടിൽ നോക്കിയിട്ടല്ല പറയേണ്ടത്. ആവശ്യമുള്ള സമയത്ത് മാത്രം അവിടെ നോക്കി ബാക്കി സമയം മുഴുവൻ ജഡ്ജസിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പർ ചാർട്ട് ഈ രൂപത്തിലാണ് അവതരിപ്പിക്കേണ്ടത്. അടുത്തത്
സ്റ്റിൽ മോഡൽ. എന്താണ് സ്റ്റിൽ മോഡൽ? അത് ആ പേര് സൂചിക്കുമ്പോൾ പോലെ തന്നെ സ്റ്റില്ലാണ്. അത് ഇളക്കാനോ അവിടെ നിന്ന് അഴിച്ചെടുക്കാനോ അത് വർക്ക് ചെയ്യിക്കാനോ പാടില്ല. അതൊരു സ്ഥലത്ത് ഫിറ്റ് ചെയ്താൽ അത് അങ്ങനെ തന്നെ നിന്നുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. സ്റ്റിൽ മോഡലിൻ്റെ പ്രത്യേകതയാണത്. അത് നമ്മളെടുത്ത് വേറൊരു തരത്തിൽ ചെയ്യുമ്പോൾ അത് വർക്കിംഗ് മോഡലാവും. വർക്കിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്തുകൊണ്ട് ഒരാശയത്തിലേക്ക് എത്തുന്നതാണ്. പക്ഷേ എന്തായാലും നമ്മളത് എടുക്കണ്ട. പക്ഷേ അതിൻ്റെ കൗതുകം കൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ജഡ്ജസ് ചിലപ്പോൾ ചോദിക്കും, മോനെ അധികം എടുത്തോന്ന്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കുട്ടി പറയാൻ സാധാരണഗതിയിൽ പറയേണ്ടത്, സാറേ അത് സ്റ്റിൽ മോഡലല്ലേ, അതെടുത്തോടെ, സാറ് വേണമെങ്കിൽ എടുത്തോന്ന്. സാറുമാർക്ക് എടുക്കാം, വരുന്ന ജഡ്ജസിന് പരിശോധിക്കാൻ വേണ്ടി അവർക്കെടുക്കാം. പക്ഷേ നമ്മളെടുക്കണ്ട, എടുത്തു കൊടുക്കണ്ട. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സ്റ്റിൽ മോഡലാണ്, ഒരൊറ്റ യൂണിറ്റാണ്. യെസ്. ഇനി ഒരു സ്റ്റിൽ മോഡലിൽ എങ്ങനെയാണ് നമ്മൾ ഗണിതാശയങ്ങൾ ഇവിടെയും സ്റ്റിൽ മോഡലാണ്, ഇവിടെയും കുട്ടിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ആ സ്റ്റിൽ മോഡലിൽ ഉണ്ടാവേണ്ടത്. പലപ്പോഴും നമ്മൾ പല സ്റ്റിൽ മോഡലും എൻ്റെ ചാനലിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു 20-ലധികം സ്റ്റിൽ മോഡൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു LP ക്ലാസ്സുകാരനാണെങ്കിൽ അപ്പോൾ നമ്മൾ ചില ത്രികോണങ്ങൾ കൊണ്ട്, സമചതുരങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ മറ്റു രൂപങ്ങൾ കൊണ്ട് വലുപ്പക്രമം അനുസരിച്ച് പല പല രൂപങ്ങളും തട്ടായിട്ട് പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ തട്ടായിട്ടൊക്കെ പോകുന്നതാണെങ്കിൽ അത് വ്യത്യസ്ത വലുപ്പമുള്ള, വ്യത്യസ്ത ഏരിയയുള്ള, വ്യത്യസ്ത ചുറ്റളവുള്ള ഷേപ്സ് ആയിരിക്കും. ഉദാഹരണത്തിന് ട്രയാങ്കിൾ ആണെങ്കിൽ നിങ്ങൾ ആ രൂപത്തിൽ പല വലുപ്പത്തിലുള്ള പല ചുറ്റളവിലുള്ള ത്രികോണങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് 4 ടൈപ്പ് ത്രികോണങ്ങളുണ്ടെന്ന് വിചാരിച്ചു. ഉദാഹരണത്തിന് ഏറ്റവും മേലെ ചെറുത് 5 സെൻറ്റിമീറ്റർ വശങ്ങളുള്ളൊരു ത്രികോണമുണ്ട്. തൊട്ട് താഴെ 10 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഉണ്ട്, വശങ്ങൾ നീളം 10 സെൻറ്റിമീറ്റർ. അതിൻ്റെ താഴെ വരുന്ന 15 സെൻറ്റിമീറ്റർ, അതിൻ്റെ താഴെ 20 സെൻറ്റിമീറ്റർ. അപ്പോൾ അവിടെ ഒരു സംഖ്യാശ്രേണി രൂപം കൊള്ളുന്നുണ്ട്. 5, 10, 15, 20. തീർന്നില്ല. ഇതിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ കൊണ്ട് മറ്റൊരു സംഖ്യാശ്രേണി ഉണ്ടാവും. എങ്ങനെയാ? 5 സെൻറ്റിമീറ്ററുള്ള 3 വശങ്ങൾ. അപ്പോൾ 5, 3, 15. അടുത്തത് 10 സെൻറ്റിമീറ്ററുള്ള 3 വശങ്ങൾ. അപ്പോൾ 10, 3, 30. അടുത്തത് 15, 15 × 3 45. അടുത്തത് 20, 20 × 3 60. അപ്പോൾ സംഖ്യാശ്രേണി മാറി വന്ന് എങ്ങനെയാണ്? 15, 30, 45, 60. കണ്ടോ? അപ്പോൾ 2 തരം സംഖ്യാശ്രേണി അവിടെ വന്നു കഴിഞ്ഞ്. അതുപോലെ അത് നമ്മൾ നേരെ പകുതിയാക്കുകയാണ്. നേരെ പകുതിയാക്കുമ്പോൾ ആ പകുതിയാക്കുന്ന അതുണ്ടായി LP തലത്തിലുള്ള ഭിന്നസംഖ്യ 1നെ 2 തുല്യ ഭാഗമാക്കിയതിലൊരു ഭാഗം ഹാഫായി മാറിയത്. അപ്പോൾ വരുന്ന വഴി നിങ്ങൾ കാണുന്നുണ്ടാവും. യെസ്. ഇനി മധ്യബിന്ദുവിൽ നിന്ന് ഒരു ട്രയാങ്കിൾ നമ്മൾ മധ്യബിന്ദുവിൽ നിന്ന് എതിർ ശീർഷത്തിലേക്കാണല്ലോ വരക്കുക. അങ്ങനെ 3 വരയും വരച്ചു കഴിഞ്ഞാൽ എന്താവും? ഇത് 6 തുല്യഭാഗമായി മാറും. 6 തുല്യഭാഗമായി മാറും. അപ്പോൾ 6 തുല്യഭാഗമാകുമ്പോൾ അത് 1/6 ആണ്. 6-1 പഠിക്കാനുള്ള ഭിന്നസംഖ്യയാണ്. ഇനി ഈ സാധനം തന്നെ നമ്മൾ UPയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അവിടെ പെരിമീറ്റർ മാത്രമല്ല, അവിടെ ഏരിയയും കൂടിയുണ്ട്. ഏരിയ, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ പറയാം. ഹാഫ് LB ഉപയോഗിച്ച് അതിൻ്റെ ഏരിയ, പരപ്പളവ് കൃത്യമായിട്ട് പറയാം. പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് അതിൻ്റെ കർണവും നമുക്ക് ആ കർണത്തിൻ്റെ വശം അറിയാം. അതുപോലെ പാദം നേരെ പകുതിയായി, ബേസ് നേരെ പകുതിയാകുന്നു. കാരണം നേരെ പകുതിയാകുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ലംബവശം പെർപെൻഡിക്കുലർ. അപ്പോൾ ആ ലംബവശം എത്രയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. പൈത്തഗോറസ് തിയറം കർണവർഗത്തിൽ നിന്ന് നമ്മൾ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയറിൽ നിന്ന് ബേസിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇറേഷണൽ നമ്പർ, സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന, ഇതും 7ാം ക്ലാസ് പഠിക്കാനുള്ളതാണ്. പാദവർഗം പ്ലസ് ലംബവർഗം സമം കർണവർഗം. നോക്ക്, ഈ കാര്യം LPക്കാരൻ പറയണ്ട, ഈ സാധനം അവിടെ ഉണ്ട്.
രണ്ടും ഒരേ മോഡൽ തന്നെയാണ്. അപ്പോൾ രണ്ട് മോഡലിലും രണ്ടാൾ രണ്ട് തരത്തിലാണ് പറയുന്നത് എന്നുള്ളതാണ് ഞാൻ വ്യക്തമാക്കുന്നത്. ഒരേ മോഡൽ തന്നെയാണെങ്കിലും രണ്ടാൾ രണ്ട് തരത്തിലാണ് പറയുന്നത്. യെസ്, ഇതേ സാധനം നമ്മൾ ഹൈസ്കൂളിലേക്കാണ് ചെയ്യുന്നതെങ്കിലോ, ഹൈസ്കൂളിലേക്ക് ചെയ്യുമ്പോൾ അവിടെ 10ാം ക്ലാസ് പഠിക്കാനുള്ള സമാന്തര ശ്രേണിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങളെല്ലാം. 5, 10, 15, 20, 15, 30, 45, 60, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇനി ആ രൂപത്തിൻ്റെ ചുറ്റും നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒരുപാട് സംഖ്യാശ്രേണികളുണ്ടാവും. അതുപോലെ പിന്നെ ശരിക്കും അതിൻ്റെ അംശബന്ധം, റേഷ്യോ, 7ാം ക്ലാസ്സിൽ UP-കാരന് കൃത്യമായിട്ട് അതിൻ്റെ റേഷ്യോ പറയാം. 5, 10 ആവുമെന്ന് പറഞ്ഞാൽ അത് നേരെ ഇരട്ടിയായി 1:2 എന്നുള്ള രൂപത്തിൽ വികസിക്കുകയാണ്. യെസ്, അപ്പോൾ ആ രൂപത്തിൽ അംശബന്ധം കൊടുക്കാം. ഇത് LP-കാരൻ പറയണ്ടല്ലോ. ഈ സാധനം LP-കാരൻ്റെ മോഡലിലും ഉണ്ട്, പക്ഷേ കുട്ടി പറയുന്നില്ല. UP-കാരനത് പഠിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് അത് പറയാണ്. സമാന്തര ശ്രേണി UP-കാരൻ പറയുന്നില്ല, പക്ഷേ ഹൈസ്കൂളുകാരൻ പറയും. കാരണം അവന് പഠിക്കാനുള്ള 10ാം ക്ലാസ്സിലെ പാഠഭാഗമാണ് അരിത്തമെറ്റിക്കൽ സീക്വൻസ്. അപ്പോൾ സംഗതി ബോധ്യമായല്ലോ. എന്ന് വെച്ചാൽ ഒരേ സാധനം തന്നെയാണെങ്കിലും ഓരോരുത്തരും അവരവർക്ക് പഠിക്കാനുള്ള കാര്യം മാത്രമേ പറയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പിന്നെ കുട്ടിയായിട്ട് ഒരു ബന്ധമില്ല, കുട്ടിക്ക് പഠിക്കാനുള്ള പാഠഭാഗമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ള നിലക്കാണ്. നിലവാരം ഒരുപാട് കൂടിപ്പോയി എന്നുള്ള രൂപത്തിലാണ് പറയുക. വേണ്ട, നിലവാരം കൂട്ടണ്ട. പക്ഷേ തുടക്കം എപ്പോഴും നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തു നിന്ന് തന്നെയാണെങ്കിലും അതിൽ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് വളർന്നു വരുന്ന രൂപത്തിൽ, മുഴുവൻ വലിയ കാര്യങ്ങൾ മാത്രം പറയരുത്. അന്നേരം ഇതിൽ നിനക്ക് പഠിക്കാനുള്ള എന്താ ഉള്ളത് എന്നാണ്. ഞാനാണെങ്കിൽ അങ്ങനെയാണ് ചോദിക്കുക. ശരി, വലിയ കാര്യങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ നിനക്ക് പഠിക്കാനുള്ളത് നിൻ്റെ പാഠപുസ്തകത്തിലെ എന്തെല്ലാം കാര്യങ്ങൾ ഇതിലുണ്ട് അതാണ് പറയേണ്ടതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ് ഒരു മോഡൽ എങ്ങനെ. ഇനി മോഡൽ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ്, ഇത് വലിയ പ്രശ്നമാണ്. മോഡൽ ഉണ്ടാക്കുന്ന ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കാം. ഇവിടെയാണ് നമ്മളെ ഹരിത പ്രോട്ടോക്കോൾ, പരിസ്ഥിതി സൗഹൃദമായിരിക്കണമെന്നൊക്കെ പറയുന്നത്. നേരത്തെ നല്ല വർണ്ണപ്പൊലിമയുള്ള പിന്നെ ബോർഡ് നമ്മളെ വളരെ കളർഫുള്ളായിട്ടുള്ള പല ബോർഡും ഞാൻ ആ ബോർഡ് ഒന്ന് കാണിച്ചാൽ ഈ പച്ച നിറത്ത് കാണുന്നത് അതൊരു ബോർഡാണ്. യെസ്, ആ ബോർഡൊന്നും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. കാരണം അത് പ്ലാസ്റ്റിക്കാണ്. ശരിക്കും അത് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല രസമുള്ള ഒരുപാട് ഇത് പച്ച മാത്രമല്ല, നീലയും റെഡും യെലോവും അങ്ങനെ പല കളറിൽ നമുക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴെന്താ വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റിക്ക് മാറ്റം വന്ന് വേഗം പിന്നെ ചതഞ്ഞു പോകുന്ന തരത്തിലുള്ളതായി. എന്ന് വെച്ചാൽ വില കൂട്ടാതെ അതിൻ്റെ തിക്നെസ് കുറച്ചപ്പോൾ, അതായത് കമ്പനിക്കാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തിക്നെസ് കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ വേഗം ഒടിഞ്ഞു പോകുന്ന രൂപത്തിലുള്ളതാണ്. യെസ്, സ്ട്രോ ബോർഡ് അല്ലെങ്കിൽ സൺബേക്ക് ബോർഡ്, ഇതായിരുന്നു അതിൻ്റെ പേര്. സ്ട്രോ ബോർഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോ പോലത്തെ ഒരു ദ്വാരമുണ്ട് അതിൽ, അതുകൊണ്ടായിരിക്കണം അതിന് സ്ട്രോ ബോർഡ് എന്ന് പറഞ്ഞത്. എന്തായാലും ഇതിപ്പോൾ സാധാരണഗതിയിൽ പിന്നെ മത്സരങ്ങൾക്ക് ഉപയോഗിക്കാൻ തടസ്സമുണ്ട്. അത് തനി പ്ലാസ്റ്റിക്കാണ് എന്നുള്ളത് കൊണ്ട് നമുക്കത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐവറി കാർഡ് ഷീറ്റാണ്. അത്രയും തിക്നെസ് ഉള്ള തന്നെ കളർഫുള്ളായിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. നല്ല ഡാർക്ക് കളറിലുള്ള പിന്നെ കാർഡ് ഷീറ്റുകൾ, കളർ ചാർട്ടല്ലേ, പിന്നെ കട്ടി കുറഞ്ഞല്ല, അതുകൊണ്ട് നമുക്ക് മോഡൽ ഉണ്ടായിക്കൂടാ. അപ്പോൾ അത് പിന്നെ ഒലഞ്ഞു പോവും, പിന്നെ ചുളിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി ഉള്ള, പക്ഷേ ഈ കളറിനൊക്കെ ഉള്ള എന്ന് പറഞ്ഞാൽ ആ കളറ് ഫെയിലാവും. നനവുള്ള കൈ കൊണ്ടാണ് നമ്മൾ തൊടുന്നതെങ്കിൽ അതിലുള്ള കളറെല്ലാം നമ്മുടെ കയ്യിൽ വരും. അതുമാതിരിയല്ല, ഈ കാർഡ് ഷീറ്റിന് വലിയ വലുപ്പത്തിലുണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ്? ഇത് കാർഡ് ഷീറ്റാണ്, പേപ്പറാണ്, ഇത് അധികം താങ്ങൂല, അടിയിൽ നിന്ന് ചമിഞ്ഞു പോവില്ലേ. യെസ്,
അപ്പോൾ അധികം വെയിറ്റ് അതിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് താങ്ങാൻ പറ്റുന്ന, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് ഫോം ബോർഡാണ്. ഫോം ബോർഡ് കുട്ടികൾക്ക്, ഫോം ബോർഡ് ആ വൈറ്റ് കളറിലുള്ളത്, പ്യുർ വൈറ്റ് ആയിട്ട് കിട്ടുന്നത്. ഇത് ബുക്ക് സ്റ്റോളിലല്ല ഉണ്ടാവുക. ഇതൊരു ബോർഡ് ഐറ്റമാണ്. ബോർഡ് ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലൈവുഡിൻ്റെ ബോർഡ്, അതുപോലെ ഹാർഡ് ബോർഡ്, പിന്നെ ഗ്ലാസ്, ഇതൊക്കെ വെക്കുന്ന ഹാർഡ്വെയർസിലാണ് ഈ സാധനം ഉണ്ടാകുക. അതിൻ്റെ വ്യത്യസ്ത തിക്നെസ് ഉണ്ട്. നമുക്ക് സൗകര്യം 2 mm 2 mm കനമുള്ള ഫോം ബോർഡാണ്. ഈ ഫോം ബോർഡ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് വാങ്ങുമ്പോൾ 8 അടി നീളവും 4 അടി വീതിയുള്ള വലിയ ഷീറ്റായിരിക്കും. നമ്മൾ സാധാരണ ഒരു ബെഡിനേക്കാളും വലുപ്പം ഉണ്ടാകും, ഒരു മുറിയിൽ നിറയാൻ മാത്രം ഉണ്ടാകും. അത് അങ്ങനെ തന്നെ കൊണ്ടുവരൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് കടക്കാരോട് തന്നെ പറഞ്ഞിട്ട് അതൊരു 2 അടി നീളത്തിലും വീതിയിലുള്ള സമചതുരങ്ങളാക്കി മുറിച്ച് വാങ്ങിയാൽ അത്രയും സൗകര്യം. അപ്പോൾ അത് മട്ടത്തിൽ തന്നെ മുറിച്ചാൽ നല്ലത്. അപ്പോൾ സാധാരണഗതിയിൽ മുറിക്കാൻ ഒരു പ്രയാസമില്ല. അവർ ഗ്ലാസ്സൊക്കെ മുറിക്കുന്ന മേശ, വലിയ മേശ അവിടെ ഉണ്ട്, അവർ മുറിച്ച് തരും. ഇനി അവർ മുറിക്കുന്നില്ലെങ്കിൽ ഇത് വാങ്ങാൻ പോകുമ്പോൾ രക്ഷിതാക്കളായാലും ടീച്ചേഴ്സായാലും അവർക്ക് തന്നെ അവിടുന്ന് ഇതിന് വലിയ സ്കെയിലും അതിൻ്റെ മേശയൊക്കെ അവിടെ ഉണ്ട്, നമുക്ക് തന്നെ വേണമെങ്കിൽ അളന്നിട്ട് മുറിക്കാം. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാൽ ഇത് വളഞ്ഞു പോവില്ല. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ പായ ചുരുട്ടും പോലെ ചുരുട്ടിയിട്ടാണ് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നാൽ മോഡൽ ഉണ്ടാക്കൽ വളരെ പ്രയാസമാണ്. ഇത് വളഞ്ഞ് തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഫോം ബോർഡ്, 2 mm ഫോം ബോർഡ്. ഇത് കിട്ടുന്നത് ഹാർഡ്വെയർസ്, ഗ്ലാസ്, അതേമാതിരി പിന്നെ പ്ലൈവുഡ്, അങ്ങനെയുള്ള ബോർഡ് ഐറ്റങ്ങൾ വെക്കുന്ന സ്ഥലത്താണ് ഇതുണ്ടാകുക. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റിൽ മോഡൽ എങ്ങനെ തയ്യാറാണ്? പിന്നെ ഇതെങ്ങനെയാണ് ഒട്ടിക്കുക? ഇത് പശ കൊണ്ട് ഒട്ടിക്കൽ ലേശം ബുദ്ധിമുട്ടാണ്. ഫെവിക്കോൾ കൊണ്ടൊന്നും അങ്ങനെ ആ വക്കൊന്നും ഒട്ടിച്ചെടുക്കൽ അത്ര ക്ലിയർ ആവില്ല. പിന്നെ എന്താണ് വേണ്ടത്? പെട്ടെന്ന് ഒട്ടുന്ന സ്ട്രോങ് പിന്നെ പശയാണ്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിക്കുമ്പോൾ കൈയടക്കം ഒട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ സെലോ ടേപ്പാണ് ഉപയോഗിക്കാറ്. സെലോ ടേപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പരമാവധി ഒട്ടിക്കൽ ഉള്ളിലായിരിക്കണം. അപ്പോൾ ഉള്ളിൽ കൈയിട്ടിട്ട് എങ്ങനെ ഒട്ടിക്കുക, അത് ഞാൻ പല മോഡലിലും കാണിച്ചു തരുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു സ്ക്വയർ പിരമിഡ് ആണെങ്കിൽ, സ്ക്വയർ പിരമിഡ്, അപ്പോൾ 4 ട്രയാങ്കിൾ ചേർത്ത് ഒരു പിരമിഡാക്കിയിട്ട് ഒട്ടിക്കുകയാണ്. ഇത് ഒട്ടിക്കുമ്പോൾ 4ഉം ഉള്ളിൽ തന്നെ ചെയ്യാനുള്ള വിദ്യ നമുക്കുണ്ട്. അതായത് നമ്മൾ ഒരു വശത്ത് ഒന്നൊട്ടിച്ച് അത് ഉള്ളിലാണ് വരിക, രണ്ടാമത്തവും ചേർത്തൊട്ടിച്ച്, മൂന്നാമത്തവും ചേർത്തൊട്ടിച്ച്, 4ാമത്തതിൻ്റെ അറ്റത്ത് പകുതി ടേപ്പ് വെച്ച്, പകുതി ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മളിങ്ങ് തിരിച്ച് മടക്കിയാൽ അളവ് റെഡിയാണെങ്കിൽ ഈ 4ഉം ഉള്ളിലാണ് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഇതിൻ്റെ ഉള്ളിലൊട്ടിക്കുന്നത്. അപ്പോൾ പുറത്തൊന്നും കാണില്ല, പുറത്തൊരു ഒട്ടിക്കലും കാണില്ല. അപ്പോൾ സെലോ ടേപ്പ് ഉപയോഗിക്കുന്നപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പരമാവധി ഉള്ളിലേ ഉണ്ടാകാവൂ. വേറെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം. ഉദാഹരണത്തിനൊരു ത്രികോണത്തിലുള്ള പിരമിഡാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 2 എണ്ണം ഉള്ളിലൊട്ടിച്ച് 3ാമത്തെ ചിലപ്പം പുറത്ത് തന്നെ ഒട്ടിക്കേണ്ടി വരും. പക്ഷേ അത് ഒരുപാട് ഒട്ടിക്കാതെ വളരെ ചെറിയ ഭാഗം മാത്രം ഒട്ടിച്ച് വെക്കുക. അതുപോലും ഉള്ളിൽ ചെയ്യാനുള്ള വിദ്യയുണ്ട്. നമുക്ക് ഉള്ളിൽ ഒട്ടിച്ചതിന് ശേഷം വിരൽ കൊണ്ട് നമുക്ക് ഉള്ളിൽ അമർത്തി വെച്ചാലും മതി. അപ്പോൾ പരമാവധി സെലോ ടേപ്പ് പുറത്ത് കാണാതെ നോക്കുക. അത് ഒന്ന് ആ മോഡലിൻ്റെ ഭംഗി കുറക്കും. കാരണം സെലോ ടേപ്പിൻ്റെ അടുത്ത് മാത്രം പ്രത്യേക ഒരു പിന്നെ ഈ തെളിച്ചായിരിക്കും, അവിടെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുമല്ലോ. യെസ്, അപ്പോൾ ഇത് പരസ്പരം ഒട്ടിക്കാൻ നമുക്ക് സെലോ ടേപ്പ് ഉപയോഗിക്കാം. പരമാവധി ഉള്ളിൽ ചെയ്യാൻ നോക്കുക, പുറത്തുള്ളത് പരമാവധി ഒഴിവാക്കുക. നിവൃത്തിയില്ലെങ്കിൽ മാത്രം ചെയ്യുക. ഓക്കെ, ഈ കാർഡ് ഷീറ്റാണെങ്കിലും ഇത് തന്നെയാണ്. കാർഡ് ഷീറ്റ് നമ്മൾ അതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 ഇഞ്ച് സെലോ ടേപ്പ് മതി. 1/2 ഇഞ്ച് സെലോ ടേപ്പ്. ഇനി ബോർഡ് ഐറ്റം ആണെങ്കിൽ 3/4 ഇഞ്ചോ 1 ഇഞ്ചോ ഉപയോഗിക്കാം. 1/2 ഇഞ്ച് കൊണ്ട് ബോർഡ് ഐറ്റം നമുക്ക് കൃത്യമായിട്ട് ഒട്ടിച്ചെടുക്കാനാവില്ല. കാരണം അതിൻ്റെ തിക്നെസ്സിനനുസരിച്ച് ഒന്നുകിൽ 3/4 ഇഞ്ച് വേണം, അല്ലെങ്കിൽ 1 ഇഞ്ച് വേണം. പക്ഷേ ഇതൊക്കെ പരമാവധി ഉള്ളിലേക്ക് ചേർത്ത് ഒട്ടിക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത്. മറ്റൊന്ന്, സ്റ്റിൽ മോഡൽ തയ്യാറാക്കുമ്പോൾ
കുട്ടികൾ ഒരുപാട് തറിക്കുകയും മുറിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് വേസ്റ്റ് അവിടെ വീണിട്ടുണ്ടാകും. നമ്മൾ മത്സരം 10 മണി മുതൽ 1 മണി വരെയാണ്. ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. പിന്നെ വന്നിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ അത് ഡിസ്പ്ലേ ചെയ്യാമെന്നല്ലാണ്ട് ഒരു വർക്കും പിന്നെ ചെയ്യാൻ പാടില്ല. അതാണ് അതിൻ്റെ നിയമം. അങ്ങനെയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഉച്ചയാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ല വിശക്കുന്നുണ്ടാവും. എന്തായാലും ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ പോകും. പിന്നീട് തിരിച്ച് വന്നിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരിക്കും ജഡ്ജസ് വരിക. കാരണം ജഡ്ജസ് വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ കുട്ടീനെ എടുക്കുക. ഇപ്പോൾ ഒരു UP ആയാലും LP ആയാലും, ഒരു UP ആണെങ്കിൽ ഒരു 30-35 സ്കൂളൊക്കെ ഉണ്ടാവും സാധാരണഗതിയിൽ ശരാശരി. ഇനി LP ആണെങ്കിൽ 10-50 സ്കൂളുകളുണ്ടാവും. അപ്പോൾ ഒരറ്റത്തുനിന്ന് നോക്കി തുടങ്ങുന്നേ ഉണ്ടാവും. അപ്പോൾ ഭക്ഷണം കഴിച്ച് വന്നപാട് ചെയ്യേണ്ട കാര്യം അത് പ്രത്യേകം രക്ഷിതാക്കളും ടീച്ചേഴ്സും ഓർമ്മിപ്പിക്കേണ്ടതാണ്. താഴെ മുറിച്ചിട്ട് മുഴുവൻ വേസ്റ്റും അവിടുന്ന് മാറ്റി വേസ്റ്റ് ഇടുന്ന കൊട്ടയിലേക്ക്, ആ ബിന്നിലേക്ക് കൊണ്ടിടണം. റൂമിലുള്ള മൊത്തം ഒന്നും നോക്കണ്ട. കുട്ടീൻ്റെ അരുവത്ത് ഉള്ളത് സ്വന്തം മുറിച്ചിട്ടതും ഇനിയിപ്പോൾ തൊട്ടയലത്തെ കുട്ടി മുറിച്ചിട്ട് ഇപ്പുറം വീണതാണെങ്കിലും അത് മുഴുവൻ എടുത്ത്, അതിന് വാശിയൊന്നും പിടിക്കണ്ട. അതായത് കുട്ടി നിൽക്കുന്ന സ്ഥലത്തുള്ള മറ്റാരിട്ട വേസ്റ്റ് ആണെങ്കിലും അത് മുഴുവൻ പെറുക്കി വേസ്റ്റ് ബിന്നിലേക്ക് കൊണ്ടിടുക. എന്ന് വെച്ചാൽ അവിടെ ആ മേശ, സാധാരണഗതിയിൽ സ്റ്റിൽ മോഡലിനൊരു മേശയോ ഡെസ്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ആ മേശയിൽ ഉള്ള കുട്ടിയുടെ ഉപകരണങ്ങൾ ഒരുപാടുണ്ടാവും. ഇൻസ്ട്രുമെൻ്റ് ബോക്സ് തുറന്ന് വെച്ചിട്ട് പെൻസിലും കോമ്പസും കത്തിയും അതൊക്കെ പരക്കെ ഉണ്ടാവും, പശയുണ്ടാവും. അതേമാതിരി സ്കെയിൽ, സെലോ ടൈപ്പ്, ഇതൊക്കെ പല ഭാഗത്തായിട്ടുണ്ടാകും. ഇതൊക്കെ എടുത്ത് മാറ്റി അവരെ ബാഗിലേക്കും ബോക്സിലേക്കും വെക്കണം. അപ്പോൾ അവിടെ ഒരു സാധനം ഉണ്ടാവരുത്. ആ മേശയിൽ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു മേശ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഇത് നിർമ്മിക്കുന്ന സമയത്ത് ആ മേശവിരി അടിയിലുണ്ടായിരുന്നു. കാരണം മേശവിരി മുറിഞ്ഞു പോവല്ലോ. നിർമ്മാണം എല്ലാം കഴിഞ്ഞ് ഇത് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത്, ജഡ്ജസ് വരുന്ന സമയത്തേക്ക് നമ്മൾ മറ്റുള്ളതൊക്കെ മാറ്റിയതിന് ശേഷം ആ മേശയിൽ ഒരു നല്ല മേശവിരി വിരിക്കുക. അതിൻ്റെ മേലെയാണ് ഈ മോഡൽ വെക്കേണ്ടത്, സ്റ്റിൽ മോഡൽ വെക്കേണ്ടത്. പിന്നെ സ്റ്റിൽ മോഡൽ തൊട്ട് കാണിക്കാൻ വേണ്ടി ഒന്നുകിൽ നീളമുള്ളൊരു പെൻസിൽ, അല്ലെങ്കിൽ ഒരു സ്കെയിൽ, ഇത്രയും സാധനങ്ങൾ മാത്രമേ മേശയിൽ ഉണ്ടാകാവൂ. ബാക്കി ഒരു സാധനം ഉണ്ടാകരുത്. ബാക്കിയുള്ള മുഴുവൻ സാധനങ്ങളും ബാഗിലോ മറ്റെവിടെയെങ്കിലും മാറ്റി വെക്കണം. അപ്പോൾ ജഡ്ജസ് വരുമ്പം കാണേണ്ടത് നല്ലൊരു സ്ഥലത്ത് കുട്ടി നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്കാണ് വന്നത്, നിങ്ങളെ പരിശോധിക്കാനാണ് വന്നതെന്ന് കണ്ടാൽ ഉടനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളുക. നിങ്ങളെ പ്രസൻറ്റേഷൻ, നിങ്ങൾ പറയാൻ എന്താണ് ഒരുങ്ങിയിട്ടുള്ളത് അതങ്ങ് തുടങ്ങണം. അത് ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു ഗുഡ് ആഫ്റ്റർനൂൺ സാർ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചാടി പുറപ്പെട്ടോളുക. ചില കുട്ടികൾ ജഡ്ജസ് എന്തെങ്കിലും പറയട്ടെ, ചോദിച്ചാൽ അതിന് മറുപടി പറയാമെന്നുള്ള രൂപത്തിൽ നിൽക്കുന്നുണ്ടാവും. ജഡ്ജസിന് ഒരുപാട് കുട്ടികളെ നോക്കി വരുമ്പം വളരെ ക്ഷീണവും ഇതൊക്കെ ഉണ്ടാവും, മടുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ചോദിക്കാനൊന്നും നിൽക്കേണ്ട. അവർ വന്നു കഴിഞ്ഞാൽ ഉടനെ വളരെ നല്ല രൂപത്തിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ജഡ്ജസ് ചില ചോദ്യങ്ങളെല്ലാം ചോദിച്ചെന്ന് വരും. അതിന് ഉത്തരം കൊടുത്തതിന് ശേഷം കുട്ടിക്ക് പറയാൻ ഒരുക്കി വെച്ച മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടേ അവരെ വിടാവൂന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ മുഴുവൻ കേൾക്കാതെ പോകുന്നുണ്ടെങ്കിൽ സ്നേഹപൂർവ്വം സാർ ഇതാ 1-2 കാര്യം കൂടെ ഉണ്ട്, ഇതും കൂടെ പറഞ്ഞോട്ടെ സാർ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ആ രൂപത്തിൽ സ്നേഹത്തോടെ നിർബന്ധിച്ച് അവിടെ നിർത്താൻ ഈ വളരെ സമർത്ഥനായ കുട്ടിക്ക് അതെല്ലാം കഴിയും. അപ്പോൾ സാമർഥ്യം, ഈ രൂപത്തിൽ അവരെ പിടിച്ചു നിർത്താനുള്ള അത്രയും വാക്ചാതുര്യവും അതിൻ്റെ പ്രസൻറ്റേഷൻ്റെ പ്രത്യേകതയൊക്കെ നമ്മൾ റെഡിയാക്കണം. അപ്പോൾ അതിനു വേണ്ടി വീട്ടിൽ നിന്ന് ഒരുപാട് തവണ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അച്ഛനെയും അമ്മേനെയും നിർത്തിക്കൊണ്ട് അവർ ജഡ്ജസ്സാണെന്ന് വിചാരിച്ചുകൊണ്ട് അവരെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം. അതുപോലെ ചില സ്കൂളിൽ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഓരോ സ്കൂളിലും ഓരോ ക്ലാസ് റൂമിലും കൊണ്ടുപോയിട്ട് കുട്ടികളെ മുമ്പ്, എന്ന് വെച്ചാൽ ഈ സഭാകമ്പം തീർക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഇതെങ്ങനെയാണ് വളരെ ഫ്ലുവൻ്റായിട്ട് അവതരിപ്പിക്കുക എന്ന് നന്നായിട്ട് തെളിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സബ് ജില്ലക്കൊക്കെ പോകാവൂ.
അപ്പോൾ അതൊക്കെ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തീരുന്നതിൻ്റെ മുമ്പേ ജഡ്ജസ് പോകുന്നുണ്ടെങ്കിലും അവരെ സ്നേഹപൂർവ്വം തടഞ്ഞു നിർത്തി, സ്നേഹപൂർവ്വമാണേ, ടോണ് മാറിപ്പോയത്. വളരെ റിക്വസ്റ്റായിട്ട് സാറേ എനിക്ക് 1-2 പ്രധാനപ്പെട്ട കാര്യവും കൂടെ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അതും കൂടെ കേൾപ്പിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഓക്കെ. അല്ലാതെ ജഡ്ജസ് വന്ന് മസിൽ പിടിച്ചാടക്കുന്ന എന്നാൽ നിങ്ങൾ ചോദിക്കുക ഞാൻ പറയാമെന്നുള്ള അതല്ല. ആ രൂപത്തിൽ പലരും അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. രക്ഷിതാക്കൾ പറയുന്നുണ്ട് ഓനോടൊന്നും ചോദിച്ചില്ല, അതുകൊണ്ട് ഓനോട്ട് പറഞ്ഞു പക്ഷേ ചോദിക്കാൻ നിൽക്കണ്ട. എന്താണോ നമ്മൾ പറയാൻ ഒരുങ്ങിപ്പോയത് അത് അവരെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ സ്റ്റിൽ മോഡൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞ്